മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്രമാസി എന്ന പാഠഭാഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ശരൺകുമാർ ലിംബാളെ അല്ലേ, അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും പിന്നീട് ചപ്പൽഗാവിലുമായിരുന്നു എന്ന് പറഞ്ഞു. ചുങ്കിയിൽ കിട്ടിയിരുന്ന സ്വാതന്ത്ര്യമൊന്നും അദ്ദേഹത്തിന് പിന്നീട് ബോർഡിംഗ് സ്കൂളിലായപ്പോൾ കിട്ടിയില്ല. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കാണാറുള്ള ദാദായുടെ നമസ്കാര ചടങ്ങുകൾ എന്നെ ആകർഷിച്ചിരുന്നു. പിൽക്കാലത്ത് സാന്താമായി, അംബാലക്ഷ്മി ഭഗവതിമാരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. കാക്കായുടെ പുരാണപാരായണങ്ങളും മന്ത്രോച്ചാരണങ്ങളുമെല്ലാം എന്നെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഞാൻ ചപ്പൽഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതോടെ ഇത്തരം സ്വാധീനങ്ങളും ഓർമ്മകളുമെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. എനിക്കു ചുറ്റും എപ്പോഴും ദളിത് സമുദായക്കാരായ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ബുദ്ധമതം എന്നെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളല്ലാതെ ഇതിൽ 3 കഥാപാത്രങ്ങളും കൂടി വരുന്നത് കാണാം. ഒന്നാരാണ്? 1 ദാദ, 2 സാന്താമായി, 3 കാക്ക. സാന്താമായി ശരൺകുമാർ ലിംബാളെയുടെ മുത്തശ്ശിയാണ്. അതായത് സാന്താമായിയുടെ മകൾ മസാമായിയുടെ മകനാണ് ലിംബാളെ. ഇവരാണ് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയതെന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ദാദ എന്ന കഥാപാത്രമാണ്. സാന്താമായിയുടെ ഭർത്താവാണ് ദാദ, അതായത് ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ. കാക്ക എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കഥാപാത്രം അല്ലേ. കാക്ക എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൻ്റെ തലവനാണ്. ഗ്രാമത്തലവനാണ് കാക്ക. കുട്ടിയായിരുന്നപ്പോൾ ഇദ്ദേഹം ദാദായുടെ നമസ്കാര ചടങ്ങുകൾ കാണും. അത് അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. അതുപോലെ സാന്താമായി ഭഗവതിമാരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഇദ്ദേഹത്തിൽ കൗതുകമുണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമത്തലവനായ കാക്ക പുരാണ പാരായണം, അതായത് പുരാണം വായിക്കും. പാരായണം എന്ന് പറഞ്ഞാൽ വായിക്കുക, പാരായണം ചെയ്യുക. അപ്പോൾ കാക്കായുടെ പുരാണ പാരായണങ്ങളും അതുപോലെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം ചപ്പൽഗാവിലെ ബോർഡിംഗ് സ്കൂളിൽ ഉപരിപഠനത്തിന് പോയതോടെ ഇത്തരം സ്വാധീനങ്ങളും ഓർമ്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ക്രമേണ ഇല്ലാതായി. അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ദളിത് സമുദായക്കാരായ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ദളിത് സമുദായം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള സമുദായം, ജാതി. അപ്പം അത്തരം കുട്ടികളാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ എത്തിയപ്പോൾ ബുദ്ധമതത്തിൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചു തുടങ്ങി. ചപ്പൽഗാവിൽ പഠനമല്ലാതെ മറ്റൊരു കാര്യത്തിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗണിതത്തിലും ചിത്രരചനയിലും എനിക്കുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞു. എൻ്റെ ഇംഗ്ലീഷ് കുറേ കൂടി മെച്ചപ്പെട്ടു. ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളിൽ ഒരുവനായിരുന്നു ഞാൻ. എൻ്റെ കൂട്ടുകാർ അത്തരം കുട്ടികളായിരുന്നു. അധിക സമയവും ഞാൻ അവരോടൊത്ത് ചെലവഴിച്ചു. രാത്രിയിൽ സാന്താമായിയോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു എനിക്ക്. ഞാൻ ഉപരിപഠനത്തിനായി ചപ്പൽഗാവിൽ പോയതോടെ സാന്താമായിക്ക് വല്ലാത്ത ഏകാന്തത തോന്നി. ഒരിക്കൽ അവർ വീട്ടിൽ നിന്ന് ചപ്പൽഗാവ് വരെ കാൽനടയായി വന്നു, എന്നെ കാണാൻ വേണ്ടി മാത്രം. തലേന്ന് രാത്രി അവർ എന്നെ സ്വപ്നം കണ്ടിരുന്നു അത്രേ. എൻ്റെ വീട്ടിൽ നിന്ന് 4 മൈൽ അകലെയാണ് ചപ്പൽഗാവ്. 60 പൈസയായിരുന്നു ബസ് കൂലി. അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊക്കെ അത് വലിയ സംഖ്യ തന്നെയായിരുന്നു. അത് കൊടുക്കാനില്ലാത്തതിനാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറാണ് പതിവ്. ചപ്പൽഗാവിലെ ബോർഡിംഗ് സ്കൂളിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് പഠനത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഗണിതവും ചിത്രരചനയും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്ന വിഷയങ്ങളായിരുന്നു. പക്ഷെ അതിലൊക്കെ താല്പര്യവും കുറഞ്ഞു. ഇംഗ്ലീഷ് നന്നായി മെച്ചപ്പെടുകയും ചെയ്തു. ക്ലാസ്സിൽ മിടുക്കരായ കുട്ടികളിൽ ഒരുവനായിരുന്നു ലിംബാളെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു. അധിക സമയവും ഈ കുട്ടികളോടൊപ്പമാണ് അദ്ദേഹം ചെലവഴിച്ചത്. വീട്ടിലായിരുന്നപ്പോൾ സാന്താമായിയോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു ലിംബാളയ്ക്ക്. അതുകൊണ്ട് തന്നെ ഉപരിപഠനത്തിനായി ഇദ്ദേഹം പോയതോടുകൂടി സാന്താമായിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ
അനുഭവപ്പെടുകയാണ്. ഒരിക്കൽ അവർ വീട്ടിൽ നിന്ന് ചപ്പൽഗാവിലെ സ്കൂളിലേക്ക് വന്നു. എങ്ങനെയാണ് വന്നത്? കാൽനടയായിട്ടാണ് വന്നത്. അവർ വന്നത് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം തലേ ദിവസം ലിംബാളയെ ആര് സ്വപ്നം കണ്ടത്രേ? സന്താമായി സ്വപ്നം കണ്ടിരുന്നു അത്രേ. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തെ കാണണമെന്ന് തോന്നി. അങ്ങനെയാണ് 4 മൈൽ അകലെയുള്ള ചപ്പൽഗാവിലേക്ക് ഇവർ കാൽനടയായിട്ട് വന്നത്. അന്ന് ബസ് കൂലി 60 പൈസയായിരുന്നു. അത് കൊടുക്കാൻ ആരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല? സന്താമായിയുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അന്ന് 60 പൈസ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയൊരു സംഖ്യ തന്നെയായിരുന്നു. അത് കൊടുക്കാനില്ലാത്തതിനാൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ദൂരത്തായാലും അവർ നടന്നു പോവുകയാണ് പതിവ്. അന്ന് ആ ദൂരം മുഴുവനും സന്താമായി നടന്നെത്തിയത് എന്നെയൊന്ന് കാണാൻ മാത്രമായിരുന്നു. വരുമ്പോൾ കയ്യിൽ ഒരു ജോഡി പഴയ ചെരുപ്പുമുണ്ടായിരുന്നു. ഹാനൂരിലെ ബസ് സ്റ്റാൻഡിൽ ആരോ മറന്നിട്ട് പോയതായിരുന്നു. അടിച്ചു വാരുമ്പോൾ സാന്താമായി കണ്ടതാണ്. അത് നാഗിക്കോ നിർമ്മിക്കോ കൊടുക്കാതെ എനിക്കായി തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ചെരുപ്പിൻ്റെ പെരുവിരലിടാനുള്ള തോൽവളയം പൊട്ടിപ്പോയിരുന്നു. എങ്കിലും ചെരുപ്പ് എനിക്ക് പാകം തന്നെയായിരുന്നു. കാലിലിട്ടപ്പോഴാണ് അത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണെന്ന് മനസ്സിലായത്. ഞാനും സന്താമായിയും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. സന്താമായി ഇത്രയും ദൂരം നടന്നെത്തിയത് ആരെ കാണുന്നതിന് വേണ്ടിയായിരുന്നു? ലിംബാളയെ ഒന്ന് കാണുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ജോഡി പഴയ ചെരുപ്പുണ്ടായിരുന്നു. അതവർ വാങ്ങിയതല്ല. അവർക്കത് വാങ്ങാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല. ഹാനൂരിലെ ബസ് സ്റ്റാൻഡിൽ ആരോ മറന്നിട്ട് പോയ ചെരുപ്പായിരുന്നു അത്. സന്താമായി അവിടെ അടിച്ചു വാരുമ്പോൾ അവർക്ക് കിട്ടിയതാണ്. എന്നിട്ട് അവരത് നാഗിക്കോ നിർമ്മിക്കോ കൊടുക്കാതെ, നാഗിയും നിർമ്മിയും ലിംബാളയുടെ സഹോദരിമാരാണ്, അപ്പോൾ അവർക്ക് കൊടുക്കാതെ ലിംബാളയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ. അദ്ദേഹത്തോട് അത്രയ്ക്ക് ഇഷ്ടമാണ് ആർക്ക്? സന്താമായിക്ക്. ഈ ചെരുപ്പിൻ്റെ പെരുവിരലിടാനുള്ള തോൽവളയം, ആ തോൽവളയം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയത് കാരണം ആരോ അവിടെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. എങ്കിലും ഇദ്ദേഹത്തിന് ആ ചെരുപ്പ് പാകമായിരുന്നു. അങ്ങനെ കാലിലിട്ടപ്പോഴാണ് എന്ത് മനസ്സിലായത്? അത് സ്ത്രീകളിടുന്ന ചെരുപ്പായിരുന്നു, അതായത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഇദ്ദേഹവും സന്താമായിയും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. വാറുപൊട്ടിയ ചെരുപ്പ് അവിടെയുള്ള ചെരുപ്പ് കുത്തിയെ കൊണ്ട് നന്നാക്കിക്കാൻ പറഞ്ഞു സന്താമായി. എന്നാൽ സന്താമായി ഒരു മഹാറാണെന്ന് മനസ്സിലായപ്പോൾ ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നാൻ കൂട്ടാക്കിയില്ല. അതിനാൽ ഞാനത് നന്നാക്കാതെ തന്നെ കാലിലിട്ടു. പെണ്ണുങ്ങളുടെ ചെരുപ്പിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ചങ്ങാതിമാർ എന്നെ കളിയാക്കി. എന്നാൽ അവരുടെ കാലിൽ അതുമില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ വഴിയിൽ നിന്ന് എനിക്ക് 30 രൂപ വീണ് കിട്ടി. ആ രൂപ ഞാൻ എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ പിർജാദെ കണ്ടിരുന്നു. അവൻ പറഞ്ഞു, നമുക്ക് പപ്പാതി എടുക്കാം, അക്കൽക്കോട്ടിൽ പോയി സിനിമ കാണാം. പൊട്ടിയ ചെരുപ്പ് അവിടെയുള്ള ബസ് സ്റ്റാൻഡിലുള്ള ചെരുപ്പ് കുത്തിയെ കൊണ്ട് നന്നാക്കിക്കാൻ സന്താമായി പറഞ്ഞു. എന്നാൽ സന്താമായി ഒരു മഹാറാണെന്ന് ആർക്ക് മനസ്സിലായി? ചെരുപ്പ് കുത്തിക്ക് മനസ്സിലായി. അതുകൊണ്ട് ചെരുപ്പ് കുത്തി ആ ചെരുപ്പ് നന്നാക്കാൻ കൂട്ടാക്കിയില്ല. മഹാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു താഴ്ന്ന ജാതിയാണ്. അതായത് താഴ്ന്ന ജാതിയായതിൻ്റെ പേരിലാണ് ചെരുപ്പ് കുത്തിയുടെ സേവനം ആർക്ക് ലഭിക്കാതിരുന്നത്? സന്താമായിക്ക് ലഭിക്കാതിരുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതോടൊപ്പം അരക്ഷിതമായ ജീവിതവും സന്താമായിയെപ്പോലുള്ളവർക്ക് നയിക്കേണ്ടി വന്നിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ദാരിദ്ര്യം മാത്രമല്ല, ജാതിയുടെ പേരിലുള്ള വിവേചനവും ഇവരുടെ ജീവിതത്തെ തകർത്തിക്കളഞ്ഞതിൻ്റെ ചിത്രമാണ് ലിംബാളെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ലിംബാളെ ആ ചെരുപ്പ് നന്നാക്കാതെ തന്നെ കാലിലിട്ടു. എന്നാൽ ചങ്ങാതിമാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. കാരണം എന്തായിരുന്നു? അത് പെണ്ണുങ്ങളുടെ ചെരുപ്പായിരുന്നു അല്ലേ. പെണ്ണുങ്ങളുടെ ചെരുപ്പിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ കളിയാക്കി. പക്ഷെ അദ്ദേഹത്തിന് ഒരാശ്വാസമുണ്ടായിരുന്നു. കാരണം എന്താണ്? ഇദ്ദേഹം പെണ്ണുങ്ങളുടെ ചെരുപ്പെങ്കിലും ഇട്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ കാലിൽ അതുപോലും ഇല്ലായിരുന്നു അല്ലേ. അവർ ചെരുപ്പിടാതെയാണ് നടക്കുന്നത്. ഇദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ വഴിയിൽ നിന്ന് അദ്ദേഹത്തിന് 30 രൂപ വീണ് കിട്ടുന്നു. ആ രൂപ ഇദ്ദേഹം എടുക്കുന്നത്
കൂട്ടുകാരനായ പിർജാദെ കണ്ടിരുന്നു. പിർജാദെ അവനോട് എന്താണ് പറഞ്ഞത്? ലിംബാളയോട് പറഞ്ഞു, നമുക്ക് കിട്ടിയ പൈസ പപ്പാതി എടുക്കാം, അതായത് നമുക്ക് പകുതിയായിട്ട് വീതിക്കാം അല്ലേ, നമുക്ക് വീതിച്ചെടുക്കാം. എന്നിട്ട് അക്കൽക്കോട്ടിൽ പോയിട്ട് സിനിമ കാണാം എന്ന് പറഞ്ഞു. കുറച്ചു ദൂരം ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ഞാൻ ആ നിർദ്ദേശത്തെപ്പറ്റി ആലോചിച്ച് നോക്കിയെങ്കിലും എനിക്കത് സ്വീകാര്യമായി തോന്നിയില്ല. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിനക്കല്ലേ രൂപ കിട്ടിയത്, അതിനാൽ നീ 20 എടുത്തോ, 10 രൂപ എനിക്ക് തന്നാൽ മതി, ഞാൻ ആരോടും ഒന്നും പറയില്ല. പിർജാദെ ആദ്യം പറഞ്ഞത് നമുക്ക് തുല്യമായിട്ട് വീതിച്ചെടുക്കാമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ നിർദ്ദേശം സ്വീകാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ വീണ്ടും ആ കുട്ടി പറഞ്ഞു, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നിനക്കല്ലേ കിട്ടിയത്, അപ്പം നീ 20 എടുത്തോളൂ, 10 രൂപ ഞാൻ എടുക്കാം, ഞാനിത് വേറെ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞതും എനിക്കിഷ്ടമായില്ല. ഞാൻ ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ സ്കൂളിൽ മണിയടിച്ചു. ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുൻപ് സ്കൂളിൽ അസംബ്ലി ഉണ്ടാവും. സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി നിന്ന് ദേശീയഗാനം പാടും. പിന്നെ ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും ഈ അവസരത്തിൽ അനങ്ങാതെ നിൽക്കും. അന്ന് പ്രാർത്ഥന കഴിഞ്ഞയുടൻ ഞാൻ നേരെ ചെന്ന് ഹെഡ് മാസ്റ്ററെ കണ്ടു. വീണ് കിട്ടിയ പൈസ മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എൻ്റെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ അദ്ദേഹം അപ്പോൾ തന്നെ ഉച്ചഭാഷിണിയിലൂടെ എന്നെ പരസ്യമായി അഭിനന്ദിച്ചു. അക്കൊല്ലം ഞങ്ങളുടെ ക്ലാസ് കായിക മത്സരങ്ങളിൽ തോറ്റുപോയിരുന്നു. ഹെഡ് മാസ്റ്റർ എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അഭിനന്ദിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ് ടീച്ചർ ഹീരെ മഠ് ക്ലാസ് തുടങ്ങിയിരുന്നു. എന്നെ കണ്ടയുടൻ അദ്ദേഹം കുറച്ചു നേരം അധ്യയനം നിർത്തിവെച്ചു. പിന്നെ പറഞ്ഞു, ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി, സാരമില്ല. എന്നാൽ ഈ കുട്ടി ലിംബാളെ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ, അത് ഈ ക്ലാസ്സിൻ്റെ മുഴുവനും വിജയമാണ്. എൻ്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ 30 രൂപയേക്കാൾ എത്രയോ വലുതായിരുന്നു. അങ്ങനെ പിർജാദെ രണ്ടാമത് പറഞ്ഞ കാര്യവും ലിംബാളയ്ക്ക് ഇഷ്ടമായില്ല. അദ്ദേഹം ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ സ്കൂളിൽ മണിയടിച്ചു അല്ലേ, നമ്മളുടെ സ്കൂളിലൊക്കെ ഉള്ളതുപോലെ അവിടെ അസംബ്ലി ഉണ്ട്. ഈ അസംബ്ലിയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാവരും ഒത്തുകൂടും അല്ലേ, അവിടെ ദേശീയഗാനം പാടും, പിന്നെ ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കും. അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ആ സമയത്ത് അനങ്ങാതെ നിൽക്കും. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം നേരെ ഹെഡ് മാസ്റ്ററെ പോയി കണ്ടു. തനിക്ക് വീണ് കിട്ടിയ 30 രൂപ അദ്ദേഹം ആരെ ഏൽപ്പിച്ചു? ലിംബാളെ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു. ലിംബാളയുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ ഹെഡ് മാസ്റ്റർ മൈക്കിലൂടെ അദ്ദേഹത്തെ പരസ്യമായിട്ട് അഭിനന്ദിച്ചു. ആ വർഷം കായിക മത്സരങ്ങളിൽ തോറ്റുപോയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്. പക്ഷേ അതിലും വലിയ കായിക മത്സരത്തേക്കാൾ വലിയ ഒരു വിജയം ആ ക്ലാസ് കൈവരിച്ചിരിക്കുന്നു. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അല്ലേ, സത്യസന്ധമായ പെരുമാറ്റം ആ ക്ലാസ്സിന് മുഴുവൻ എന്താണ്? വിജയം തന്നെയായിരുന്നു. ഹെഡ് മാസ്റ്ററുടെ അഭിനന്ദനം കിട്ടിയ ശേഷം അദ്ദേഹം ക്ലാസ്സിലേക്ക് പോയി. അവിടെ ക്ലാസ് ടീച്ചർ ഹീരേമഠ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇദ്ദേഹം ക്ലാസ്സിലേക്ക് കയറിയ ഉടനെ കുറച്ചു നേരം അധ്യയനം, അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് നിർത്തിവെച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി, കുഴപ്പമില്ല, എന്നാൽ അല്ലേ, അത് സാരമില്ല, എന്നാൽ ഈ കുട്ടി ലിംബാളെ കാണിച്ച സത്യസന്ധത അത് ഈ ക്ലാസ്സിൻ്റെ മുഴുവനും വിജയമാണ്. ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധത ക്ലാസ്സിൻ്റെ മുഴുവൻ വിജയമായിട്ട് ക്ലാസ് ടീച്ചറും പ്രഖ്യാപിച്ചു. സത്യസന്ധമായ ആ പ്രവൃത്തി നൽകിയ ആനന്ദം വീണ് കിട്ടിയ 30 രൂപയേക്കാൾ വലുതായിരുന്നു എന്ന് ലിംബാളെ ഓർക്കുന്നു. വീണു കിട്ടിയ 30 രൂപ തീർത്തും ദരിദ്രമായ ജീവിതം നയിക്കുന്ന തനിക്ക് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അത് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയാണ് ശരിയെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ആ 30 രൂപയ്ക്ക് സിനിമ കണ്ടാലോ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിയാലോ ലഭിക്കുന്നതിനേക്കാൾ വളരെ വലുതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. ദാരിദ്ര്യം,
കഷ്ടപ്പാട്, രോഗം, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അതൊന്നും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് തടസ്സമാകരുത്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെ നമ്മൾ ജീവിതത്തോട് പൊരുതിയിട്ട് നേടണം. ജാതി, മതവിവേചനം, ദാരിദ്ര്യം, സാമൂഹികമായ അരക്ഷിതാവസ്ഥ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളാൽ കലുഷിതമായിരുന്നു ശരൺ കുമാർ ലിംബാളെയുടെ ജീവിതം. എന്നാൽ ഇതിലൊന്നും നിരാശനാവാതെ മുന്നേറാനുള്ള മനോധൈര്യം ലിംബാളയ്ക്കുണ്ടായിരുന്നു. എത്ര ഇല്ലായ്മയിലും പഠനത്തിന് മുൻതൂക്കം കൊടുത്ത് സത്യസന്ധത ജീവിതത്തിലെ സന്തത സഹചാരിയായി. അത് ലിംബാളയെ വിജയത്തിൻ്റെ പടവുകളിലേക്ക് നയിച്ചു. വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ശോഭിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും മൂല്യവത്തായ ജീവിതം സാധ്യമാണെന്ന് ലിംബാളെയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.